നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും. പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കള്ളൻ ക്രൂശിൻ ഊരവയിൽ കണ്ടു പാപ ശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കുഞ്ഞാട്ടിൻ വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ദൈവത്തിന് സ്തോത്രം. കഷ്ടം അനുഭവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ കഷ്ടം അനുഭവിക്കുന്നവരാണ്. എല്ലാവരും. ആരുണ്ട് ഒരു കഷ്ടതയില്ലാതെ ജീവിക്കുന്നവർ? ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നവരാരുണ്ട്? എല്ലാ മനുഷ്യരും ഒരുപോലെ ഒന്നല്ലെങ്കിൽ ഒന്ന് കഷ്ടത അനുഭവിക്കുന്നവരാണ്. ചിലത് ശാരീരികമായ കഷ്ടതയായിരിക്കാൻ, രോഗത്തിൻ്റെ വേദനയോ ഏതെങ്കിലും തരത്തിലുള്ളതായ ശാരീരികമായ പ്രയാസങ്ങളോ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരാകാം. ചിലർ മാനസികമായ വ്യഥ അനുഭവിക്കുന്നുണ്ട്. മാനസികമായ വ്യഥ, മനസ്സിലെ ആകുലങ്ങൾ, മനസ്സിലെ ആവലാതികൾ, മനസ്സ് പുകയുന്ന അനുഭവങ്ങൾ, മനസ്സ് ഉരുകുന്ന അനുഭവങ്ങൾ, ആകെ അസ്വസ്ഥത,
ഈ ഹൃദയത്തിനൊരു ശാന്തിയോ സ്വസ്ഥതയോ ഇല്ലാതെ വലയുന്ന അവസ്ഥ, നിരാശയിലാണ്ടുപോയ അവസ്ഥ, മനസ്സിലെ അസ്വസ്ഥത, മനസ്സിൽ കഷ്ടത, അതെല്ലാറ്റിലുപരി ആത്മാവിൻ്റെ കഷ്ടതയാണ് ഭയാനകം. ആത്മാവിൻ്റെ കഷ്ടത, ആത്മാവ് കഷ്ടത അനുഭവിക്കുന്നു പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അതേ ഛായയിൽ നമ്മുടെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ ആ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുന്ന എന്തെല്ലാം വരുന്നോ അതെല്ലാം ആത്മാവിൻ്റെ കഷ്ടതയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ആ സ്നേഹം നമ്മളില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് കഷ്ടതയാണ്. കാരണം അത് നരകത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. നരകത്തിലേക്കുള്ള പ്രവേശനം. നമ്മിൽ സ്നേഹമില്ലാതെ പോയാൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇല്ലാതെ പോയാൽ നാം തീർച്ചയായും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എത്തുകയില്ല. മരണശേഷം ഒരു നിത്യതയുണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. മരണശേഷം ഒരു നിത്യതയുണ്ട്. നിത്യത അനന്തതയാണ് താനും, തീരില്ല, തീരാത്ത കാലം. ഈ തീരാത്ത കാലം നരകത്തിൻ്റെ ഭീകര ദുരിതത്തിൽ നാം പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമായ കാര്യമാണ്. തീരാ നഷ്ടമല്ലേ നരകത്തിൻ്റെ ഭയാനകത്വം. നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇല്ലാതെ വരുമ്പോൾ നരകത്തിൻ്റെ ഭയാനകമായ ദണ്ഡനം നാം അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ പ്രാരംഭ രൂപങ്ങൾ നമ്മിൽ രൂപം കൊള്ളുകയാണ്. പൈശാചിക രൂപം തമ്മിൽ വരികയാണ്. കോപിക്കുന്ന മനുഷ്യൻ പിശാച് പോലല്ലേ, വിറക്കിയല്ലേ, വിറച്ച് കോപിക്കുന്നു. ശരീരം വിറയ്ക്കുന്നു, മൂക്ക് വിയർക്കുന്നു, ദേഹമാസകലം വിയർക്കുന്നു, രക്തഓട്ടം വർദ്ധിക്കുന്നു, ആകെ അസ്വസ്ഥത, ശരീരം ചിലപ്പോൾ വിറയ്ക്കുന്നു, പല്ല് ഞെറുങ്ങുന്നു. ഇങ്ങനെ ശരീരത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നു. പക്ഷേ ആത്മാവിലോ കഠോരമായ കഷ്ടത വരുന്നു. ദേഷ്യം, കോപം, ക്രോധം. ക്രുദ്ധിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവം തന്നെ ഭീകരമായി തീരുന്നു, പൈശാചികമായി തീരുന്നു. കുടുംബങ്ങളിൽ കോപാക്രാന്തമായ സംസാരമില്ലേ, കോപാക്രാന്തമായ പെരുമാറ്റമില്ലേ, കഷ്ടത അനുഭവിക്കുകയാണ്. അത് കോപിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല. അതുപോലെ ഓരോ പാവവും ഏത് വികാരത്തിന് അടിമപ്പെട്ടാലും ആ വികാരത്തിൻ്റെ അടിമയായി തീരുന്നവൻ ആത്മാവിൽ കഷ്ടത അനുഭവിക്കുകയാണ്. ശരീരത്തിലും ഉണ്ടല്ലോ, ആത്മാവിൽ കഷ്ടത അനുഭവിക്കുന്നു. കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കഷ്ടത അനുഭവിക്കുന്നു. പക്ഷേ ഈ കഷ്ടപ്പാടുള്ള ലോകത്ത് നമുക്ക് സമാധാനമുള്ളവരായി ജീവിക്കാം, നമുക്ക് സ്വസ്ഥതയുള്ളവരായി ജീവിക്കാം. ദുരിതവും യാതനയും വേദനയുമുള്ള ഈ ലോകത്ത്, ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്ന ഈ ലോകത്ത്, നനച്ചു ചെയ്യാതെ വരുന്ന പെട്ടെന്ന് വരുന്ന ചില ആപത്തുകളോ അനർത്ഥങ്ങളോ അത്യാഹിതങ്ങളോ മൂലം മനസ്സ് നൊന്ത് വിങ്ങുന്നതായി അവസരമുള്ള അനുഭവമുള്ള ഈ ലോകത്ത് ദൈവത്തിന് സ്തോത്രം, അവിടെ നമുക്ക് അവയുടെ മധ്യത്തിൽ, ദുരിതങ്ങളുടെ മധ്യത്തിൽ ഒരു ശാന്തത അനുഭവിക്കാൻ സാധിക്കും. ദുരിതങ്ങളില്ലാതായിട്ടല്ല, ഉണ്ട്, ദുരിതങ്ങളെല്ലാം ഉണ്ട്. കഷ്ടപ്പാടും യാതനയും ഇല്ലെന്നല്ല, ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ഒരു സ്വസ്ഥത, ഒരു ശാന്തത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അത് മനസ്സിലാകും. ഏത് വലിയ കൊടിയ ദുരിതം വരുമ്പോഴും ഉള്ളിൽ ഒരു ശാന്തത ലയിച്ച് നിൽക്കുന്നതൊക്കെ അനുഭവിക്കാം. ഉള്ളൊരു സ്വസ്ഥത. എന്തെല്ലാം വന്നാലെന്ത്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം. എന്ത് പ്രതിസന്ധി വന്നാലെന്ത്, യേശു എന്നോടുകൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം. എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും എന്നെ കാക്കുവാൻ, എന്നെ നോക്കുവാൻ, എന്നെ പരീക്ഷിക്കുവാൻ യേശു ഉണ്ടല്ലോ എന്നുള്ള ഒരു സ്വസ്ഥത, ഒരു സമാധാനം, ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമ്മിൽ അധിവസിക്കുക എന്നുള്ള ഭാഗ്യം. നാം ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും തന്നെ ഓരോ തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരാണ്. മാനസികമായ പീഡ അനുഭവിക്കുന്നവരാണ്. മാനസികമായ പീഡയിൽപ്പെട്ട് ഞെരിയുന്നവരാണ്. ഞെരിയുന്ന അനുഭവങ്ങൾ, അങ്ങ് വിങ്ങുന്ന അനുഭവങ്ങൾ, പലപ്പോഴും ഏകാന്തതയിൽ നെടുവീർപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, ഏകാന്തതയിൽ ദീർഘവിശ്വാസത്തോടെ നമ്മുടെ ദുഃഖങ്ങളെ ഓരോന്നോരോന്ന് ചിന്തിച്ച് മനസ്സ് വലയുന്ന അനുഭവങ്ങളുള്ളവർ. എന്നാൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, അപ്പോസ്തലനറിയാം, യാക്കോബോസ്ലീഹായ്ക്ക് അറിയാം നമുക്ക് കഷ്ടതയുണ്ടായെന്ന്, നമുക്ക് കഷ്ടപ്പാട് ധാരാളം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് യാക്കോബോസ്ലീഹ പറയുകയാണ്, കഷ്ടത അനുഭവിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കൂ. കഷ്ടതകൾ മാറ്റിത്തരുന്ന ദൈവത്തോട് യാചിക്കൂ.
കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലങ്ങളിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലും. ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലും. തകർന്ന് നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. തകർന്ന് നുറുങ്ങിയതുമായ ഹൃദയം, അനുതാപം കൊണ്ട് തകർന്നതായ ഹൃദയം, പാവബോധം കൊണ്ട് നുറുങ്ങിയതായ ഹൃദയം, ആ ഒരു വിനയമുള്ള ഹൃദയം തകർച്ചയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലും. കർത്താവ് ആ പ്രാർത്ഥനകൾ കൈക്കൊള്ളും. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അഥവാ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സുഖമുണ്ടോ, എപ്പോഴെങ്കിലും ഒരു സന്തോഷകരമായൊരു അനുഭവം ഉണ്ടോ, നിങ്ങൾ പാടുവീൻ, പാട്ട് പാടുവീൻ. ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞ് പാടുവീൻ. ശരീരത്തിൽ വേദനയുണ്ടാകും, പക്ഷേ ഹൃദയത്തിൽ പാടാം. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഹൃദയത്തിൽ പാടാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ കേരളക്കരയിൽ വളരെ ശക്തമായി സുവിശേഷത്തിന് സ്വാധീനം ചെലുത്തിയ വളരെ വിശുദ്ധനായ ഒരു ദൈവപുരുഷനുണ്ടായിരുന്നു. അദ്ദേഹം സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയും. എന്തുമാത്രം യാതനകളാണ് അദ്ദേഹം സഹിച്ചത്, എന്തുമാത്രം ദുരിതങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. വളരെ ഭക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ആ ഭക്തി പ്രചുരമായ ജീവിതത്തിൽ, നിറഞ്ഞ ഭക്തിയുള്ള ജീവിതത്തിൽ ഒട്ടേറെ യാതനകളെ നേരിട്ടു. പലപ്പോഴും പട്ടിണി അനുഭവിക്കേണ്ടി വന്നു. പലപ്പോഴും മനസ്സ് പതറിപ്പോകുന്ന അനുഭവങ്ങളുണ്ടായി. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പാട്ടായിരുന്നു. എത്ര പാട്ടുകളാണ് അദ്ദേഹം കൈരളിക്ക് സമ്മാനിച്ചത്. ഈ കേരള ഭാഷാ സാഹിത്യത്തിന് അദ്ദേഹത്തിന് എത്രയെത്ര ഗാനങ്ങളാണ് ലഭിച്ചത്, അനുഗ്രഹീതമായ ഗാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൈസ ഇല്ലെന്ന് വരും ചിലപ്പോൾ, ഇല്ലേ? പൈസ ഇല്ലെന്ന് വരും. നമുക്ക് ആവശ്യത്തിന് പൈസ മതിയാകാതെ വന്നു വരും. ചികിത്സിക്കാൻ പൈസ ഇല്ലെന്ന് വരും. ചിലപ്പോൾ ചിലരോട് കടം ചോദിച്ചാൽ കിട്ടിയില്ലെന്ന് വരും. എത്രയോ പലരുടെയും മുമ്പിൽ കൈനീട്ടി നാം പൈസ യാചിച്ചിട്ടുണ്ടാകാം, പക്ഷേ കിട്ടിയില്ലെന്ന് വരും. അങ്ങനെയെല്ലാം ഉള്ള സമയങ്ങളിൽ പോലും നമ്മുടെ മനസ്സിന് അല്പം പോലും നിരാശയില്ലാതെ, ആകുലമില്ലാതെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള നല്ല ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് സാധിക്കും. കാരണം വചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. എല്ലാ ചിന്താകുലവും ക്രിസ്തുവിൻ്റെ മേൽ നമുക്ക് എറിഞ്ഞിടാം. എല്ലാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. സംഗീതകാരൻ പിന്നെ പാടി, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാൾ സമ്മതിക്കുകയില്ല. എന്തൊരു ഉറപ്പാണ്! നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. വേറെ ഭാഗത്ത് സംഘത്തിനക്കാരൻ പറഞ്ഞു, നമ്മുടെ രക്ഷയാകും ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. ഉദ്ധരിക്കുന്ന ദൈവം, നമ്മെ ഉയർത്തുന്ന ദൈവം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഉയർത്തുന്ന ദൈവം. ദാവീദ് ഒരിക്കൽ പാടി, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. അപ്പായി എന്ന് വിളിക്കാനൊരു പദവി തന്നൊരു ദൈവമുണ്ട്. നിത്യപരിശുദ്ധനായ ദൈവത്തെ ഭൂമിയിലും സകല ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ഒരിടത്ത് ഒതുങ്ങാത്തവനായ ദൈവത്തെ, കോടാനുകോടി നക്ഷത്രങ്ങളെ മെനഞ്ഞു വെച്ച ദൈവത്തെ, ഈ ജീവനുള്ള ദൈവത്തെ നാം എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ദൈവം സർവ്വസമ്പന്നനാണ്, എല്ലാം തരാൻ ദൈവം ശക്തനാണ്. ആ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് ഞാനെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം മക്കൾക്കാണ്. അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം മക്കൾക്കാണ്. നമുക്ക് പ്രാഗൽഭ്യത്തോടെ ചെന്ന് പറയാൻ പറ്റും, അപ്പാ ഞാൻ നിൻ്റെ മകനല്ലേ, അപ്പാ ഞാൻ നിൻ്റെ മകളല്ലേ. അപ്പൻ്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നീ എന്നെ വീണ്ടെടുത്തതല്ലേ, നീ എന്നെ സ്വന്തമാക്കിയതല്ലേ, എന്നെ നിനക്ക് തന്നതല്ലേ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ഇറങ്ങി വന്നതല്ലേ. നാഥാ, ഇപ്പോൾ ഈ കാര്യം, എൻ്റെ ഈ ആവശ്യം ഞാൻ തിരുമുൻപാകെ വയ്ക്കുന്നു. പറയാം, തീർച്ചയായിട്ടും പറയാം. എൻ്റെ ഈ ആവശ്യം തിരുമുൻപാകെ ഞാൻ വയ്ക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് വേറെ ഒരിടത്തും ഒരു പോക്കിടമില്ല.
വേറൊരു പോംവഴിയില്ല. എനിക്ക് പറയാൻ നാഥ നീ മാത്രമേ ഉള്ളൂ. സർവത്തിൻ്റെയും ഉടയവനായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ എനിക്ക് നീ പദവി തന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവത്തെ എനിക്ക് കിട്ടി. എൻ്റെ കർത്താവേ, നിത്യനായ ദൈവമേ, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തന്നതല്ലേ, നീ എന്നോട് മനസ്സിലായണമേ. ആവശ്യങ്ങൾ നമുക്ക് നല്ല പ്രാഗൽഭ്യത്തോടെ അപ്പനോട് പറയാം. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. ഏതാഗ്രഹവും, ഇത് തെറ്റല്ലാത്ത ആഗ്രഹങ്ങൾ, തിന്മയല്ലാത്ത ആഗ്രഹങ്ങൾ, ദൈവപ്രസാദമുള്ള ആഗ്രഹങ്ങൾ എല്ലാം നമുക്ക് പറയാം. നമ്മുടെ അഭിവൃദ്ധിക്ക് ഉതകുന്നതായ ആഗ്രഹങ്ങൾ, നമുക്ക് ഈ ഭൂമിയിലൊരു ഉത്കർഷം ലഭിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് നമുക്ക് തുറന്നു പറയാം. ആവശ്യങ്ങൾ പറയാം, ആഗ്രഹങ്ങൾ പറയാം. രോഗസൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം, കടം മാറാൻ വേണ്ടി അപേക്ഷിക്കാം, നമ്മുടെ ഭവനം പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഉയർന്ന പരീക്ഷാ വിജയം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലെ അനേകം കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു വാങ്ങാം. അക്കൂട്ടത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ആദ്യം തന്നെ ചോദിക്കാം, കർത്താവേ, എൻ്റെ സ്വഭാവം മാറ്റി തരണമേ, എൻ്റെ സ്വഭാവം മാറ്റി തരണമേ. എന്നിലുള്ള ചില കോപ സ്വഭാവങ്ങൾ, പാപ പ്രവണതകൾ, അശുദ്ധിയുടെ ആഗ്രഹങ്ങൾ, കർത്താവേ, അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത ചില വിചാരങ്ങളുടെ ഹൃദയത്തിലൂടെ പോകുന്നത്, ഇതെല്ലാം നീ എൻ്റെ കർത്താവേ, എനിക്ക് നീ കാണിച്ചു തരുന്നല്ലോ. കർത്താവേ, അവയെല്ലാം ഞാനിതാ തിരുമുൻപാകെ കൊണ്ടുവരുന്നു. നിനക്കിഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാതെ നാഥ നീ എന്നെ കോട്ട കെട്ടി കാക്കണം. നിൻ്റെ തീ മതിൽ എനിക്ക് ചുറ്റും നീ കെട്ടണം. തീ കൊണ്ടുള്ള വേലി കെട്ടി എന്നെ നീ പരിപാലിക്കണം. കർത്താവേ, നീ എന്നെ ചുറ്റും കോട്ട കെട്ടി പരിപാലിക്കണം. തിരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ നീ എന്നെ നിർത്തണം. കർത്താവേ, പിശാച് എൻ്റെ അടുക്കിലേക്ക് വരാതെ വേണം. കർത്താവേ, നീ എന്നെ കാത്തുകൊള്ളണം. നിരാശ എൻ്റെ ഹൃദയത്തിലേക്ക് വരാതെ വേണം. കർത്താവേ, നീ എന്നെ സമാധാനത്തിൽ കാത്തുകൊള്ളണം. ചുറ്റും രക്തത്തിൻ്റെ വലയം നീ സൃഷ്ടിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം പ്രാർത്ഥിക്കാം. നല്ല നല്ല ആഗ്രഹങ്ങൾ കർത്താവ് സാധിപ്പിച്ചു തരും. ഭൗതികമായ ആഗ്രഹങ്ങളും ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. പാവമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ട് വ്യക്തമായി, വളരെ കൃത്യമായി പാപം തൊടാത്ത ഒരു ജീവിതം നിങ്ങൾ നയിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒന്നിനുമേലൊന്നായി അഭിവൃദ്ധി കൈവരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എത്രയോ പേർക്ക് ഉദാഹരണം, എത്രയോ പേരുടെ ജീവിത ഉദാഹരണം. വ്യക്തമായൊരു സമർപ്പണം എടുത്തിട്ട് ഇനിമേൽ പാവനെ തൊടുകയില്ല എന്ന് ദൈവത്തോട് പറഞ്ഞിട്ട്, മനസ്സറിഞ്ഞൊരു തെറ്റെൻ്റെ ജീവിതത്തിൽ വരികയില്ല കർത്താവേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുകയോ നനയ്ക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരും. ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ശക്തിയുള്ള ദൈവം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സാധാരണ മനുഷ്യരുടെ അനുഭവമാണ്. നാം എല്ലാം സാധാരണ മനുഷ്യരാണ്. നാം ആരും തന്നെ പരിശുദ്ധന്മാരായി തീർന്നിട്ടില്ല. നാം ആരും തികഞ്ഞവരായി തീർന്നിട്ടില്ല. ഇന്ന് നമുക്ക് നമ്മുടേതായ പോരായ്മകളുണ്ട്, ചില ബലഹീനതകളുണ്ട്. ഇന്ന് നമ്മുടേതായ മാനുഷികമായ ചില പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം ഇരിക്കെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ ആരെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. നമ്മെ ആരെയും കർത്താവ് ഇറക്കി വിടുന്നില്ല. നമ്മെ ആരെയും കർത്താവ് ബഹിഷ്കരിക്കുന്നില്ല. കർത്താവ് എല്ലാവരെയും ചേർത്തണയ്ക്കുകയാണ്, എല്ലാവരെയും സ്നേഹത്തോട് വിളിക്കുകയാണ്. ഈ സ്നേഹനിധിയായ ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ വന്ന് നമുക്ക് അവനോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും കർത്താവ് നമുക്ക് ഒന്നായി ഇങ്ങനെ മറുപടി തരുന്നതൊക്കെ അനുഭവിക്കാം. ഒന്നൊന്നായി എല്ലാം. ദൈവത്തിന് സ്തോത്രം. ഈ ഓരോ ഭൗതികമായ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളും കർത്താവേ, എൻ്റെ വല്ലാത്ത കോപാവേശം മാറ്റിത്തരണമേ. എനിക്ക് ഒരു പ്രത്യേക കാരണം കൂടാതെ പെട്ടെന്ന് ശുണ്ഠി വരുന്ന സ്വഭാവം മാറ്റിത്തരണമേ. കർത്താവേ, മറ്റുള്ളവരെ മാനിക്കാതെ മറ്റുള്ളവരെ അവഗണിച്ചു കൊണ്ടുപോകുന്ന എൻ്റെ ജീവിതത്തിലെ തിന്മകൾ നീ എനിക്ക് മാറ്റിത്തരണമേ. എല്ലാവരെയും ആദരിക്കുവാനും എന്നേക്കാളധികം മറ്റുള്ളവരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കാണുവാനും എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുവാനും കർത്താവേ, നീ എനിക്ക് ഒരു കൃപ തരണമേ. ഇതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ ഗുണമന്വേഷിക്കാൻ എനിക്കൊരു കൃപ തരണമേ. കർത്താവേ, ഞാൻ എന്നെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുവാനുള്ളൊരു ഭാഗ്യം തരണമേ. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി തീരാൻ കൃപ തരണമേ. ഓരോന്നോരോന്ന് നമുക്ക് ചോദിക്കാം. ചോദിച്ചാൽ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ചു തരും. സങ്കീർത്തനം 37:3 കാണാതറിയാമല്ലോ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത്
നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം നിർവഹിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക. 107 സങ്കീർത്തനത്തിലാണ് പറയുന്നത്, അവർ ആഗ്രഹിച്ച ശുഭ തുറമുഖത്ത് അവരെ എത്തിച്ചു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ആഗ്രഹിച്ച ശുഭ തുറമുഖത്ത് അവരെ എത്തിച്ചു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൻ്റെ ഓരോ സംഭവങ്ങളും നമുക്ക് ബലം നൽകുന്നുണ്ട്. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി പോവുകയായിരുന്നു. മരുഭൂമിയിൽ കൂടി ദൈവം പുറപ്പെടുവിച്ചാണ് കൊണ്ടുപോകുന്നത്. പാലും തേനും ഒഴുകുന്ന സമൃദ്ധമായ കനാനിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. സുഖസമൃദ്ധിയും പുഷ്ടിയുമുള്ള കനാനിൻ്റെ ഭൂഭാഗങ്ങൾ അവകാശപ്പെടുവാൻ അവരെ കൊണ്ടുപോവുകയാണ്. മോശയുണ്ട് അവർ നായകനായിട്ട്. മോശ ജനത്തിന് നായകനായി ജനത്തെ നയിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാം ദൈവിക കൽപ്പന പ്രകാരം തന്നെ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം തന്നെ. അങ്ങനെ പോകുമ്പോൾ അപ്പോഴാണ് ഒന്നു മാറി പ്രശ്നങ്ങൾ വരുന്നത്. ആദ്യം പ്രശ്നം വന്നത് അവർ വെള്ളമില്ലാതെ വലഞ്ഞു എന്നുള്ളതാണ്. വെള്ളമില്ല, മരുഭൂമിയല്ലേ. അവർ വിചാരിച്ചത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ചെല്ലുമെന്നാണ്. പാലും തേനും ഒഴുകുന്ന ദേശം. പക്ഷേ ചെന്നപ്പോൾ കാണുന്നത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തുന്നതിന് മുൻപ് തന്നെ കൊടിയ വരൾച്ച, ഭയങ്കരമായ വരൾച്ച. നമ്മിൽ പലരും അങ്ങനെയാണ്. മാനസാന്തരപ്പെട്ടപ്പോൾ നല്ല സുഖമാണ്, നല്ല സന്തോഷമാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആളുകളുടെ എതിർപ്പ്, ചിലർ പരിഹസിക്കുന്നു, ചിലർ ഒറ്റപ്പെടുത്തുന്നു, ചിലർ കുറ്റപ്പെടുത്തുന്നു, ചിലർ നമ്മളെ മാറ്റി നിർത്തുന്നു. എന്തെല്ലാം പ്രതിസന്ധികൾ. ഒരിക്കലും നമ്മെക്കുറിച്ച് ഒരു ചീത്തവാക്ക് പറയാൻ ധൈര്യപ്പെടാത്ത ആളുകൾ നമ്മെ ഏറ്റവും ഹീനമായി അധിക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും സത്യമായിട്ട് ഇല്ലതാനും എന്നിട്ട് നമ്മൾ പരിഹസിക്കുന്നു. ഇതെല്ലാം ആകുമ്പോൾ നാം വാടിപ്പോകുന്നു. വെള്ളമില്ലാതെ വരേണ്ട അനുഭവം, വരൾച്ച. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ വരൾച്ചയുണ്ട്. വരൾച്ച. എന്നാൽ വരൾച്ചയുടെ സമയത്ത് നിരാശപ്പെടാതെ പ്രാർത്ഥിക്കാം. ജനം പ്രാർത്ഥിച്ചു. ആ മണലാരണ്യത്തിൽ കൂടി അവർ യാത്ര ചെയ്യുമ്പോൾ, വരണ്ടുണങ്ങിയ മണലാരണ്യത്തിൽ കൂടിയുള്ള യാത്രയിൽ ഒരിറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. ഒരു തണൽ മരം പോലും ഇല്ല. അവർ വലഞ്ഞുപോയി. കൊടിയ സൂര്യാതപം, സൂര്യൻ്റെ വെയിൽ, ഉഷ്ണക്കാറ്റ്, ചുട്ടുപഴുത്ത മണൽത്തരിയിൽ നിന്ന് വരുന്ന പൊങ്ങുന്ന ചൂട്. അവർ വലഞ്ഞുപോയി. അവർ വിഷമിച്ചു. അപ്പോഴാണ് ദൂരെ വെള്ളം അങ്ങനെ അലതല്ലുന്നു, ഓളം വെട്ടുന്നു. അയ്യോ, എന്തൊരു സന്തോഷം! കുറച്ചെങ്ങുമല്ല, ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. വെള്ളം, ധാരാളം വെള്ളം. അത്ഭുതം, വലിയ സന്തോഷമായി. ഈ മരുപ്പറമ്പിൽ ഇത്രമാത്രം ജലമോ, ഈ മരുഭൂമിയിൽ ഇത്രമാത്രം വെള്ളമോ? അവരെ അത്ഭുതപ്പെട്ടു. ഓടി വെള്ളത്തിൻ്റെ അരികിലേക്ക്. 1-2 പേരല്ലല്ലോ, 600,000 പേരല്ലേ, 6 ലക്ഷം പേരല്ലേ. ഓടി വെള്ളത്തിൻ്റെ അരികത്ത് ചെന്നു. ധൃതിയിൽ വെള്ളം കൈക്കുമ്പിൽ കോരിയെടുത്ത് കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നവർ ഛർദ്ദിക്കുന്നു, കുടിക്കാൻ സാധിക്കുന്നില്ല. എന്തു പറ്റി? അത് മുഴുവൻ കയ്പ്പാണ്. കയ്പ്പ്. ആറ്റുനോറ്റ് കിട്ടിയ വെള്ളം കയ്പ്പായി. പ്രിയപ്പെട്ടവരെ, ഇമാതിരി അനുഭവങ്ങൾ നമ്മിൽ പലർക്കും കാണും. ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞിന് രോഗം, ആറ്റുനോറ്റ് കിട്ടിയ ഒരു ജോലിയിൽ ചില പ്രതിസന്ധികൾ, ആറ്റുനോറ്റ് കിട്ടിയ ഒരു ജോലിയിൽ, ആ ജോലിയിൽ അവിടെയുള്ള സുപ്പീരിയേഴ്സുമായിട്ട് ഇണങ്ങിപ്പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. വിഷമിച്ചു പോയി. എന്തു ചെയ്യും? കൊതിച്ച് കിട്ടിയതാണ്, ആഗ്രഹിച്ച് കിട്ടിയതാണ്, ദൈവം പ്രാർത്ഥനയായിട്ട് തന്നതാണെന്നൊരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴോ വഹിക്കാൻ വയ്യ. എങ്ങനെ മുന്നോട്ട് പോകും? ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണാം, ഓരോന്ന്. അവരാഗ്രഹിച്ചത് കിട്ടി, പക്ഷേ കുടിക്കാൻ കഴിഞ്ഞില്ല. വേദപുസ്തകം പറയുന്നു അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. നമ്മിൽ പലർക്കും പലതും കിട്ടി, പക്ഷേ അനുഭവിക്കാൻ പറ്റുന്നില്ല. കിട്ടി, പലതും കിട്ടി. ജോലി കിട്ടിയവരുണ്ട്, വിദ്യാഭ്യാസം കിട്ടിയവരുണ്ട്, നല്ല വിവാഹം കിട്ടിയവരുണ്ട്, കുഞ്ഞുങ്ങളെ കിട്ടിയവരുണ്ട്, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയവരുണ്ട്, നല്ല സസ്വഭാവികളായ കുഞ്ഞുങ്ങളെ കിട്ടിയവരുണ്ട്. ശരി, പക്ഷേ പലതും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടോ വഴുതി പോകുന്നു, അനുഗ്രഹങ്ങൾ വഴുതി പോകുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, എന്നാൽ കേൾക്കൂ, മോശ നിലവിളിച്ചു. ആ പെരുവെള്ളത്തിൻ്റെ, ആ വലിയ ജലതടാകത്തിൻ്റെ അരികത്തിരുന്നു കൊണ്ട് മോശ മുട്ടുമടക്കി, മോശ പ്രാർത്ഥിച്ചു. ജനം എന്തുവേണ്ടെന്നറിയാതെ പിറുവിറുക്കുകയും ചിലർ നീരസപ്പെടുകയും ചിലർ കോപിക്കുകയും ചെയ്യുകയാണ്. ചിലർ മോശയ്ക്കെതിരായി സംസാരിക്കുകയാണ്. എന്തിന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. ആ മിസ്രൈമല്ലായിരുന്നു നല്ലതെന്ന് ചോദിക്കുകയാണ്. അവിടെ ആയിരുന്നെങ്കിൽ കഞ്ഞി കുടിച്ചാകാമായിരുന്നല്ലോ എന്ന് പറയുകയാണ്.
വെള്ളം കുടിച്ച് യാഗമായിരുന്നല്ലോ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ആരോപണങ്ങൾ വന്ന് പാവം മോശയെ വല്ലാതെ ഞെരുക്കുകയാണ്. പക്ഷേ മോശ പ്രാർത്ഥിച്ചു. അതല്ലേ മോശയ്ക്ക് ചെയ്യാനുള്ളൂ. ദൈവമക്കൾക്ക് അതേ ചെയ്യാനുള്ളൂ, പ്രാർത്ഥിക്കുക. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. മോശ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ നിൻ്റെ തൊട്ടരികത്ത് നിൽക്കുന്ന എന്താണ് നീ കാണുന്നുണ്ടോ? മോശ അപ്പോഴാണ് കണ്ടത് ഒരു മരം, ചെറിയൊരു മരം. കർത്താവ് പറഞ്ഞു, അതിൻ്റെ കൊമ്പ് വെട്ടി ഈ വെള്ളത്തേക്ക് ഇങ്ങട്, കൊമ്പ് വെട്ടി വെള്ളത്തേക്കിട്. ദൂരെ എങ്ങും പോകണ്ട, അകലെയെങ്ങും യാത്ര ചെയ്ത് പോകണ്ട, ദൂരെ യാത്ര ചെയ്ത് വെട്ടിക്കൊണ്ട് വരണ്ട, തൊട്ടടുത്ത് തന്നെ. അതിനങ്ങനൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ആ മരത്തെ മോശ ശ്രദ്ധിച്ചുമില്ല. തൊട്ടരികത്ത് നിൽക്കുന്ന ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി നീ വെള്ളത്തേക്കിടൂ. വെള്ളത്തേക്കിട്ടു. ആ കൊമ്പിൽ നിന്ന് ചാറ് വെള്ളത്തിലേക്ക് പകർന്നു. വെള്ളത്തിലെ കയ്പുള്ള വിഷം ആ കൊമ്പ് വലിച്ചെടുത്തു. എന്തൊരത്ഭുതം! ഒരു കൊമ്പ് വെട്ടിയിട്ടേ ഉള്ളൂ, കൊമ്പ് അതിലുണ്ടായിരുന്ന വിഷാംശമെല്ലാം വലിച്ചെടുത്തു. കൊമ്പ് അതിൻ്റെ ചാറ് വെള്ളത്തിലേക്ക് പകർന്നു. മോശ പറഞ്ഞു, കുടിച്ചോളാൻ പറഞ്ഞു. കുടിച്ചു. നല്ല മധുരജലം ആർത്തിയോളം കുടിച്ചു, ദാഹം മാറുവോളം കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഇതുപോലെ ചോദിച്ചു വാങ്ങാം. കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി തരുന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ കുരിശിന് ചുട്ടിൽ വന്ന് നമുക്ക് ചോദിക്കാം. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ നൊഴുകുന്നതായ ആ തിരക്തം നമ്മുടെ കയ്പ് മാറ്റിത്തരും, ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റിത്തരും, ജീവിതത്തിലെ യാതനകൾ മാറ്റിത്തരും. കയ്പുള്ള ഈ ജീവിതത്തിൽ കർത്താവ് മധുരം പകർന്നു തരും. കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ ആ തിരക്തത്തിൻ്റെ ഒരു തുള്ളി നമ്മുടെ ഹൃദയത്തേക്ക് പകർന്നു തരും. നമ്മുടെ ഹൃദയത്തിലെ തിരക്തം കിടന്ന് വന്നിട്ട് നമ്മുടെ സിരകളിലൂടെ തിരക്തം ഒലിക്കാൻ തുടങ്ങും. സിരകളിലൂടെ പ്രവഹിക്കുമ്പോൾ നമ്മുടെ ശരീരമാസങ്ങൾ രൂപാന്തരപ്പെടും, നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടും, നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെടും, നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടും, നമ്മുടെ വികാരങ്ങൾ രൂപാന്തരപ്പെടും. നാം ധന്യരായിത്തീരുന്നു, അനുഗ്രഹീതരായിത്തീരും. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യും. ആ തിരക്തം നമ്മളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തു നമ്മിൽ വസിക്കുക എന്നാണ്. ആ തിരക്തം വാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ തിരുശരീരവും തിരക്തവും നമ്മിലേക്ക് ഇഴുകിച്ചേരുക എന്നാണ്. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരക്തത്തിൻ്റെയും അംശികളും പങ്കാളികളുമായി തീരും. അപ്പോൾ നാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മുടെ ജീവിതം വേർതിരിക്കുന്നവർക്ക് അനുഭവമായി തീരും. അപ്പോൾ നമ്മുടെ കയ്പുകൾ മാറും, നമ്മുടെ ജീവിതത്തിൽ മധുരം ലഭിക്കും. കയ്പേറിയ ജീവിതത്തിൽ മധുരം ലഭിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ വിളിക്കുക, ക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിക്കുക. ഗോകുൽത്തായിലെ കുരിശിൽ ചൊരിഞ്ഞ ആ തിരക്തത്തിൻ്റെ ഒരു തുള്ളിക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കുക. കർത്താവേ, ആ തിരക്തത്താലിനെ കഴുകണമേ, എനിക്ക് മധുരം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ കാണാം, കയ്പേറിയ ജീവിതത്തിൻ്റെ കയ്പെല്ലാം മാറിയിട്ട് മാധുര്യം പകരുന്ന സ്വർഗീയ അനുഭൂതി നമുക്ക് ലഭിക്കും. നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.